എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരുമോ അതോ നിർത്തലാക്കുമോ എന്ന കാര്യത്തിൽ നിരവധി ഗുണഭോക്താക്കൾ ആശങ്കയിലാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നിലവിലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള BPL റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. പദ്ധതി ഒക്ടോബറിൽ പ്രഖ്യാപിച്ചുവെങ്കിലും ആദ്യഘട്ട വിതരണം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുക ഇപ്പോഴും കുടിശ്ശികയാണ്. ജൂൺ മാസത്തിലും തുക ലഭിക്കാത്ത പക്ഷം തുടർച്ചയായിട്ട് 3 മാസത്തെ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ ഏകദേശം 10 ലക്ഷം പേർക്കും മാർച്ചിൽ 16 ലക്ഷം പേർക്കുമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചത്. പുതിയ UDF സർക്കാർ മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്തുവെങ്കിലും സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകിയിരുന്നില്ല. ഇതോടെയാണ് പദ്ധതി പിൻവലിച്ചു എന്ന് സംശയമുയർന്നത്. കൂടാതെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നില്ല. തുടർന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ പദ്ധതി പിൻവലിച്ചു എന്ന് ചോദിച്ചപ്പോൾ അത്തരമൊരു തീരുമാനം സർക്കാർ ഇതുവരെ എടുത്തിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയായതിനാൽ ഇതിന്റെ വിശദാംശങ്ങൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും നിലവിലെ ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച് പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പദ്ധതി സർക്കാർ ഇപ്പോൾ പുനഃപരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്. ചില മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അർഹതയില്ലാത്ത ചിലരും ആനുകൂല്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകി. എന്നാൽ പദ്ധതി തുടരുമോ അവസാനിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റിൽ സ്ത്രീ സുരക്ഷാ പെൻഷനായിട്ട് ഏകദേശം 3770 കോടി രൂപ വകയിരുത്തിയിരുന്നുവെങ്കിലും സർക്കാർ മാറിയ സാഹചര്യത്തിൽ ഈ വർഷത്തെ പുതിയ ബജറ്റിൽ വീണ്ടും ഫണ്ട് അനുവദിക്കേണ്ടതാണ്. അതിനാൽ തന്നെ ജൂൺ 19 ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിൽ സ്ത്രീ സുരക്ഷാ പെൻഷന് ഫണ്ട് അനുവദിച്ചാൽ പദ്ധതി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത പക്ഷം 2 മാസത്തെ വിതരണം മാത്രമായി പദ്ധതി അവസാനിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബജറ്റ് പ്രഖ്യാപനം വരെ ഗുണഭോക്താക്കൾ കാത്തിരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അപേക്ഷ സമർപ്പിച്ചുവെങ്കിലും അംഗീകാരം ലഭിക്കാതെ തിരുത്തി വീണ്ടും അപേക്ഷ നൽകിയവരും ഇപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവർക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി തുടരുമെന്ന വിലയിരുത്തലുകൾ ചിലർ നടത്തുന്നുണ്ട് എങ്കിലും അതിന് ഔദ്യോഗികപരമായിട്ടുള്ള സ്ഥിരീകരണമില്ല. സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര, വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്ന കാര്യത്തിലും നാളത്തെ ബജറ്റിലാണ് വ്യക്തത വരുന്നത്. ഒറ്റത്തവണയായിട്ട് 3000 രൂപയാക്കുവാൻ സാധ്യത കുറവാണ്. ആദ്യഘട്ടത്തിൽ 200 രൂപയോളം വർദ്ധിപ്പിച്ച് പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുമ്പോഴേക്കും 3000 രൂപ ആക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഏതായാലും നാളെ അവതരിപ്പിക്കുന്ന ബജറ്റിലൂടെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഭാവിയും ക്ഷേമ പെൻഷന്റെ വർധനവും സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.